എവിടേക്ക് പോണേ? ശബ്ദത്തിൽ പറയും. ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് ഗൈസ്, വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. ഹലോ ഗൈസ്, അപ്പോൾ അതെ നമ്മൾ എവിടേക്ക് പോകുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എങ്കിലും ഞാൻ ഒരാഴ്ച വല്ല 2-3 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് ഞാനും മോനും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തെ ഒരു ലീവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോയതാണ്. പോയത് നേരെ പാടാൻ എന്താ സൈക്കിൾ എടുത്ത് ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി കയറുക ഡ്രസ് മാറ്റുക പോലും ചെയ്തില്ല. അപ്പോഴത്തേനും അവിടെ നമ്മുടെ അയൽവാസികളൊക്കെ കൂട്ടം കൂടി നിൽക്കണ്ടായിരുന്നു. അവരോട് പോയി ഞാനും സംസാരിച്ച് നിന്ന് വീട്ടിൽ കണ്ടോ സെഞ്ചി വെച്ചങ്ങോട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഡ്രസ്സ് പോലും മാറ്റാതെ അങ്ങനെ ഇറങ്ങി അവൻ അവിടെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതൊരു വൈകുന്നേരം ആയ നേരത്ത് എന്നിട്ടും അവൻ കയറാൻ തയ്യാറായില്ല. അപ്പം ഞാൻ മെല്ലെ വേഗം വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി. അവരൊക്കെ പോയ ശേഷം ഞാൻ മെല്ലെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി മെല്ലെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയിട്ട്. അപ്പോൾ അവൻ്റെ ബാക്കിൽ ഉമ്മയും അവനും കൂടെ വന്നിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ചായ അപ്പോഴത്തേനും ഉമ്മ വന്ന് വേഗം ചായയൊക്കെ വെച്ച് തന്നു. ചായ കുടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മോനൂട്ടി സൈക്കിൾ നേരെയാക്കിന്ന് അറിഞ്ഞപ്പോൾ വേഗം പോണം എന്നുള്ളൊരു ത്രില്ലിലായിരുന്നു കേട്ടോ അവൻ. അപ്പോൾ അങ്ങനെ വേഗം പോയതാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയതും കണ്ടില്ലേ സൈക്കിളിലാണ്. ഇനി അങ്ങോട്ട് വരുന്ന വരെയും ആ സൈക്കിളിൻ്റെ മേത്ത് തന്നെ ആയിക്കോട്ടെ അവൻ്റെ കളി. അപ്പോൾ ഞങ്ങളത് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേനും അവർ സൈക്കിൾ വീണ്ടും അതാ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. വീണ്ടും ഇറങ്ങി പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ, ഓട്ടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞാനും അമ്മയൊക്കെ വീണ്ടും ചായയൊക്കെ കുടിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെയാണ് ഒരു സർപ്രൈസ് കേട്ടോ. ശരിക്കും നെട്ടിപ്പോയി കേട്ടോ ഗൈസ്. എന്താ വെച്ചാലേ രാത്രി വൈകുന്നേരം അമ്മ ഉണ്ട് സിസ്റ്റർ ഒന്ന് കയറി വരുന്നു വീട്ടിലോട്ട്. അനിയത്തി മലപ്പുറത്തുനിന്ന് വരുന്ന കാര്യമൊന്നും ഞങ്ങളെ അറിയിക്കാതെ വന്നതാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ശരിക്കും നെട്ടിപ്പോയിട്ടോ വൈകുന്നേരം ആകുമ്പോൾ. അപ്പം ഈ വീഡിയോയിൽ ആദ്യം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിപ്പോൾ അവൾ വന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഫുഡ് തയ്യാറാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവളായിരുന്നു കുക്കിങ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയി സത്യം. അവർ വന്നപ്പോൾ തിരക്കിനിടയിൽ കുട്ടിയെ കണ്ടപ്പോൾ പിന്നെ അവൻ്റെ കൂടെ കളിക്കാനും പിടിക്കാനൊക്കെ നിന്നപ്പോൾ ഫോണ് സത്യമായിട്ടും വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാണ്. പിന്നെ ചോറ് ഇതാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വേഗം പോയി ഓടിച്ചെന്നെടുത്താണ്. പിന്നെ ഇതിൽ ഒരു ദിവസത്തേന്നില്ല, 2-3 ദിവസത്തെ വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഒരു ദിവസത്തെ മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടില്ല. സത്യമായിട്ടും ഫോണ് കയ്യിൽ ഇല്ല ഒന്നാമത്. പിന്നെ നമുക്ക് തിരക്കായി. പിന്നെ കുട്ടീനെ കണ്ടപ്പോൾ അവൻ്റെ കൂടെ കളിക്കേണ്ട ആ ഒരു മൈൻഡായി. അതൊക്കെ കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ സത്യത്തിൽ. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസത്തെ വ്ളോഗാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇത് പിറ്റേ ദിവസം അവർ വന്നതിൻ്റെ പിറ്റേ ദിവസം 2ാമത്തെ ദിവസമാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അതാ അടുപ്പിൽ ചോറ് വയ്ക്കാൻ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിനൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയായതുകൊണ്ട് ഇപ്പോൾ ചോറൊക്കെ നമ്മൾ അടുപ്പിലാണ് വെക്കൽ. എല്ലാവരും അങ്ങനെ തന്നെ ആയിക്കോട്ടെ, നമ്മളെ മാത്രമല്ല. അപ്പോൾ ഞാനൊന്ന് ഫ്രീ ആയത് ആ ഒരു സമയത്തായിരുന്നു. അവളുടെ മോനുണ്ട് കയ്യിൽ. അവൻ നമ്മളെ ഉമ്മാനെയും വിട്ട് പിരിയില്ല. അപ്പോൾ പണിയെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. കണ്ടാതാ നമ്മുടെ കുടുവാവ ജാനിസുട്ടിയാണ് കേട്ടോ, 1.5 വയസ്സായിട്ടാ. അപ്പോൾ അവൻ വന്ന സന്തോഷത്തിൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ കേട്ടോ. എനിക്ക് അവനെ കണ്ടപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയായി. പെട്ടെന്ന് കണ്ടപ്പോഴേ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് പെട്ടെന്ന് ഇതാ ഫ്രണ്ടിൽ വന്ന് നിന്ന് ആരായാലും ഷോക്കായി പോകുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഞങ്ങളും. അപ്പോൾ ഞാൻ അവനെ വീഡിയോ എടുക്കടാ പറഞ്ഞിട്ട് എടുത്തപ്പോൾ അങ്ങനെ ചാടിയതാണ് കേട്ടോ. ഉറക്കത്തിൻ്റെ ഹാലിലാണ് കേട്ടോ ആള്. പിന്നെ അവന്മാരുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡിനെ നമ്മൾ കഴിക്കുന്ന, അതായത് നമ്മുടെ നാട്ടിൽ ഫുഡൊന്നും എനിക്ക് പറ്റൂല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ചിക്കൻ, മട്ടൻ, ബീഫ് ആ ഒരു രീതിയിലാണ് അവർ ഫുഡ് കഴിക്കൽ. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡൊന്നും അവർക്ക് പറ്റൂല കേട്ടോ. പിന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാക്കലാണ്. അപ്പോൾ അതെല്ലാവരും പുറത്ത് ഇരിക്കലാണ്. നമ്മൾ വീട് സീറ്റായത് കൊണ്ട് തന്നെ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലെ അമ്മയും വന്ന് സംസാരിക്കാൻ ഇരുന്നിട്ടുണ്ട്. അമ്മയുടെ ആ നായും നമ്മുടെ പൂച്ചയും കൂടെ അതെന്തോ സംഭാഷണം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോഴത്തേനും അവൾ അങ്ങനെ തിരിഞ്ഞു കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ മരത്തിൽ നിന്ന് ഒരു മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മാങ്ങ മുളകിലിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് സത്യമായിട്ടും വീഡിയോ എടുക്കാൻ മറന്ന്. നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇതാണ് മടി. ഈ മടിയാണ് നമ്മളെ തളർത്തുന്നത്. എല്ലാവരും പറയലുണ്ട് നമ്മൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പൊരുത്തണം, അല്ലാതെ മടിച്ചിട്ട് മറ്റുള്ളവരെന്ത് പറയും എന്നുള്ളൊരു രീതിക്ക് നിന്ന് അങ്ങനെ നിൽക്കത്തുള്ളൂ എന്നുള്ള ഒരു കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് 2ാമത്തെ ദിവസത്തെ ഫുഡ്. അടിപൊളി നാടൻ ഫുഡായിരുന്നു കേട്ടോ കഴിച്ചത്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.